ഇനിയും ഒട്ടേറെ ദൂരം നടന്ന് എത്താനുണ്ട് എന്ന് തോന്നുന്നു. ഈ പോകുന്ന വഴിയിലൊക്കെ ദുരന്തത്തിന്റെ ബാക്കി പത്രമായി ഒരു ഭാഗമാകെ തുടച്ചു നീക്കപ്പെട്ട കാഴ്ചകളും ഈ ദുരന്തത്തിന്റെ ഒരു മുഖവും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്നറിയാം. ഇന്ന് ഈ ദുരന്ത ഭൂമിയിലേക്ക് 4ാം നാൾ എത്തുമ്പോൾ അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അതെന്തൊക്കെയാണ് അനന്തകൃഷ്ണൻ? മോത്തി, ഞാൻ മുണ്ടക്കൈ ജംഗ്ഷന് തൊട്ട് താഴെ ചൂരൽമല പുഴയുടെ വശത്തായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ കാണാം, പുഴ, ഇതൊരു തേയിലത്തോട്ടമാണ്. പുഴ ഇങ്ങനെ വലിയ പാറക്കഷ്ണങ്ങളുമൊക്കെ ആയിട്ട് ഈ തേയിലത്തോട്ടം മുഴുവൻ, ഒരു ഭാഗം മുഴുവൻ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ നിൽക്കുന്നതിന് താഴെ വരെ തേയിലത്തോട്ടമായിരുന്നു. ഒന്ന് കാണിച്ചാൽ വ്യക്തമാവും. ഇവിടം വരെ ഇപ്പോൾ തേയിലയുണ്ട്. ഇതിന് താഴെ ഇതെല്ലാം മൊത്തം പോയിരിക്കുന്നു, പിഴുതു മാറ്റപ്പെട്ടിരിക്കുന്നു. താഴോട്ട് നിശേഷം തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് കാണാം എന്തുമാത്രം വലിയ കല്ലുകളാണ് ഇവിടേക്ക് വന്നതെന്ന്. ഈ കല്ലുകൾ ആണ് സാധാരണ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ഇത്രയധികം കല്ലുകൾ വരാറില്ല. ചെളിയും വെള്ളവും കൂടാണ് വരുന്നത്. അത് ഈ കെട്ടിടങ്ങളുമൊക്കെ മുക്കി അങ്ങ് പോകുന്നതാണ് സാധാരണ കാണാറുള്ളത്. ഇത്രയും വലിയ കല്ലുകൾ വന്നതാണ് ഈ കെട്ടിടങ്ങൾ മുഴുവൻ തകർന്നു പോകാൻ കാരണമായത്. നമുക്ക് ഇവിടെ നിന്നാൽ ഇതൊന്നും നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ദൃശ്യങ്ങളല്ല. അവിടെ ഒരു വീട്, ആ വീടുകളൊക്കെ തകർന്നു നിൽക്കുന്നത്. അപ്പോൾ ആ വീടിനെയൊക്കെ മുന്നോട്ട് കുറേയധികം വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു പുഴയുടെ വശത്ത്. അവിടെ രക്ഷാപ്രവർത്തകർ പോകുന്നത് കാണാം. ആ പുഴയുടെ മറുകരയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ ആ വീടിൻ്റെ സമീപത്തേക്ക് പോവുകയാണ്. അവിടെ പരിശോധന നടത്താൻ പോവുകയാണ്. അവിടേക്കൊക്കെ ഇന്നാണ് രക്ഷാപ്രവർത്തകർ കൂടുതലായിട്ട് എത്തുന്നത്. അപ്പോൾ ആ വീടുകളിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നോ, അവിടെ മനുഷ്യ ശരീരങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ്. ആ വീടിൻ്റെ മുന്നിലേക്ക് കിടക്കുന്നത് കൂറ്റൻ പാറകളാണ്. ആ പാറകളൊക്കെ നീക്കുക വലിയ ശ്രമകരമായ ദൗത്യമാണ്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് വിപുലമായ പരിശോധനകളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ ഈ ചൂരൽമല പുഴയിലെ ആ സ്ട്രീമിൽ വെള്ളം കൂടുന്നുണ്ട്. ആ സ്ട്രീമിൻ്റെ മറുവശത്തുകൂടി രക്ഷാപ്രവർത്തകർ കടന്നു വരുന്നുണ്ട്. ആ കൂടുതൽ വെള്ളം വരുമ്പോൾ താഴേക്ക് ഈ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന ദുഷ്കരമാകും. അതാണ് ഇപ്പോൾ പ്രശ്നമായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ദൃശ്യം കണ്ടാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഒരു ഭീകരമായ ഒരു ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന്. ഇത്രയധികം പാറകൾ മുകളിൽ നിന്ന് പൊട്ടി അടർന്ന് ഈ പുഴ മുഴുവൻ, പുഴയെന്ന് പറയാൻ പറ്റില്ല, ഈ പ്രദേശം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. ഏതായാലും ഇവിടെയാണ്, ഈ പാറകൾക്കിടയിലാണ് ഇന്ന് ഈ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്താൻ ഒരുങ്ങുന്നത്. മോത്തി.